അപ്പൊ ഈ പറഞ്ഞ പോലെ ഫേക്ക് ഇറ്റ് മേക്ക് ഇറ്റ് എന്നുള്ളൊരു സാധനം ഉണ്ട്. ബട്ട് ഡോണ്ട് ട്രൈ ടു ഫേക്ക് ഇറ്റ് ഓൾവേസ്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന പ്രവീൺ ചുരയത്തില്ലേ, ഫുള്ള് ഫേക്കാണ്. ഞാനിപ്പോ ട്രെയിനർ കളിച്ചോണ്ടിരിക്കുകയാണ്. ശരിക്കുള്ള പ്രവീൺ ഇതല്ല. ഇപ്പൊ ഞാൻ ട്രെയിനർ കളിച്ചോണ്ടിരിക്കുക, നിങ്ങളിപ്പോ ബിസിനസ് മാൻ കളിച്ചോണ്ടിരിക്കുകയാണ്. ശരിക്കുള്ള നിങ്ങൾ ഇതുമല്ല. ഇതിലെ ഭാരവാഹികൾ കളിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ ഹോട്ടലിലെ പിള്ളേര് അവരുടെ ജോലി കളിച്ചോണ്ടിരിക്കുകയാണ്. ഇതൊന്നുമല്ല നമ്മുടെ ശരിക്കുള്ള സ്വഭാവം. ഇങ്ങനെ തന്നെയല്ലേ വീട്ടിലും പറയും. മക്കള് വരുമ്പോ എന്താ മതി വിശേഷം, ഇങ്ങനെ സംസാരിക്കുക അല്ല. ഈ സ്വഭാവം കൊണ്ട് എന്റെ വീട്ടിൽ പോയാൽ മാച്ച് ആവൂല. എന്റെ ചെറിയ മോള് വരുന്ന സമയത്ത് അവിടെ ചെന്നിട്ട് മോളെ ഫേക്ക് ഇറ്റ് ടിൽ മേക്ക് ഇറ്റ്. അപ്പൊ അവള് പറയും അമ്മ അപ്പന് ഭ്രാന്തായി എന്തൊക്കെയോ പറയണമെന്ന് പറയും. അവളുടെ അടുത്ത് ചെല്ലുമ്പോ ഞാൻ ആരാവണം? വെറും അപ്പനോ? സൂപ്പർ ഹീറോ ഡാഡ്. അവളുടെ ടെഡി ബെയർ, അവളുടെ കുപ്പി, അവളുടെ ചങ്ക്. അവള് ചില കണ്ടുപിടുത്തങ്ങൾ നടത്തിയില്ല. അവളൊരു ദിവസം എന്റെ അമ്മയുടെ അടുത്ത് എന്ന് പറയാ അപ്പക്ക് എന്ത് ബുദ്ധിയാന്നറിയോ. എന്റെ അമ്മ അങ്ങനെ വരാൻ വഴിയില്ല, എന്തായി 3യുടെ ടേബിളൊക്കെ കാണാണ്ട് കിട്ടുന്നു. 3യുടെ പേർക്ക് പറ്റിക 1 3 3 2 3 6 ആ സാധനമൊക്കെ 10 വരെ ഞാൻ ചെല്ലും. അവൾക്ക് കിട്ടില്ല. തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കാർ ഓടിക്കാൻ കഴിയുന്ന ആർക്കാന്നറിയോ? അതുകൊണ്ടാ 2 മണിക്ക് എത്താൻ പുലർച്ച പോകുന്നതൊക്കെ വലിയ. ഞാനാണെങ്കിൽ വിട്ടുവിടും 30-35. പക്ഷെ അവളുടെ മുന്നിൽ ഞാൻ ഭയങ്കര സ്പീഡിൽ കാർ ഓടിക്കുന്ന ആളാണ്. അവളുടെ സൂപ്പർ ഹീറോ ഞാൻ. അവൾക്കറിയാം എന്റെ വീട്ടിൽ എനിക്ക് തുറക്കാൻ പറ്റാത്ത ഒരു കുപ്പിയില്ല. ഏതെങ്കിലും ബോട്ടിൽ തുറക്കാൻ പറ്റാണ്ടായ എന്റെ ഭാര്യയും മക്കളും എന്റെ കയ്യില കൊടുത്തുതരാം. ഞാനത് സിമ്പിൾ ആയിട്ട് തുറന്നു. കാരണം എന്താ, അത് അതുപോലെ അവര് ട്രൈ ചെയ്തിട്ട് അതുപോലെ ആയിണ്ടാവും. നിങ്ങളൊന്നും ഇങ്ങനെ ആക്കിയാൽ മതി. പക്ഷെ ഈ സൂപ്പർ ഹീറോ പരിവേഷം കൊണ്ടിട്ട് എന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകാൻ പാടുമോ? ഇല്ല. അവിടെ ചെല്ലുമ്പോ ഞാൻ ഷാറൂഖ് ഖാനെ വെല്ലുന്ന റൊമാൻറ്റിക് ഹീറോ ആയിട്ട് മാറണം. എന്നൊക്കെ പറഞ്ഞ് ചെല്ലണം. പിന്നെ അവിടെ ഭർത്താവാ ഞാൻ. ആ സ്വഭാവം കൊണ്ട് തൊട്ടപ്പുറത്ത് വീട്ടിലേക്ക് പോയത്. പുരുഷൻ മിലിറ്ററിയിലാണ്, തോക്കിട്ട് ചെങ്ങയുടെ കയ്യിൽ വെട്ടിവെച്ച് കൊല്ലും. അവിടെ ഞാൻ നൈബറാണ്. ആ സ്വഭാവം കൊണ്ട് പള്ളിയിലച്ചനെത്തി ചെല്ലരുത്. അവിടെ ഞാൻ വിശ്വാസിയാണ്, അയാൾ എന്റെ ആത്മീയ ഗുരുവാണ്. ആ സ്വഭാവം കൊണ്ട് ട്രെയിനിങ്ങിന് വരരുത്. ഇവിടെ ഞാൻ ട്രെയിനർ ആയിരിക്കണം. എന്താ മനസ്സിലായേ? ഹലോ, എന്താ മനസ്സിലായേ? നമ്മളായിരിക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാൻ പറ്റണം. അപ്പൊ കൃഷ്ണകുമാർ ചേട്ടാ കസ്റ്റമറുടെ മുന്നിൽ ചെല്ലുമ്പോ കൃഷ്ണകുമാർ അല്ല, ആ കടയിലത്തെ നിങ്ങൾ അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണോ അതാണ്. നിങ്ങളാണ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾ സെയിൽസ്മാൻ ആണ്, നിങ്ങൾ ഓണർ അല്ല. ശരിയാണോ? കസ്റ്റമറുടെ മുന്നിൽ എത്തുമ്പോൾ കസ്റ്റമർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു സെയിൽസ്മാന്റെ പണിയാണെങ്കിൽ, ഞാനാണ് ആ പ്രോഡക്റ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഏറ്റവും നല്ല സെയിൽസ്മാൻ ആയിട്ട് മാറാൻ പറ്റില്ല. ആ നേരത്തെ മുതലാളി കളിക്കാൻ നിൽക്കരുത്. മുതലാളിയായിട്ട് നിന്നിട്ട് കസ്റ്റമറിന്റെ അടുത്ത് വന്ന് നെഗോഷിയേറ്റ് ചെയ്യുമ്പോ സെയിൽസ്മാൻ ആവാനും പാടില്ല. മുതലാളിയുടെ പോലെ നോന്ന് പറയേണ്ടടുത്ത് നോന്ന് പറയാൻ പറ്റണം മുതലാളിക്ക്. സെയിൽസ്മാന് വേണമെങ്കിൽ ഓഫർ ഇഷ്ടം പോലെ കൊടുക്കാം, അവന്റെ താണെന്നല്ലോ. എന്തേ 410 രൂപയുടെ സാധനം അവൻ പറഞ്ഞു 400 രൂപയ്ക്ക് കൊടുത്തു. ലാസ്റ്റ് പറഞ്ഞു സാധനം പോണ്ട ചേട്ടാ, 400 ഞാൻ കൊടുത്തു, നീ വേണമെങ്കിൽ ചേട്ടൻ പറഞ്ഞോ പിടിച്ചുട്ടോ. അവനത് ചെയ്യാം. അവൻ സെയിൽസ്മാൻ, അവൻ നഷ്ടപ്പെടാൻ ഒരു കോപ്പൂല. ഓണറുടെ ഭാഗത്ത് നിന്ന് ഓണർ സംസാരിക്കേണ്ട രീതിയിൽ ഓണർ സംസാരിച്ചിട്ടുണ്ടാ. ഒരേ സമയത്ത് ഓണറിനോട് ഇഷ്ടവും ബഹുമാനവും ഉണ്ടാവണം, പേടിയല്ല ഉണ്ടാവണം. ഓണറോട് ഇഷ്ടവും ബഹുമാനവും സ്റ്റാഫിനുണ്ടാ, അതോ പേടിയും അറപ്പുമാണോ? ഇത് 2 കോമ്പിനേഷനേ ഉള്ളൂ. ഒന്ന് പേടിയും അറപ്പും. പേടി അറപ്പം എന്താ? ജോലി പോവെന്നുള്ളൊരു പേടി, വൃത്തിയിട്ട മനുഷ്യൻ എന്നുള്ളൊരു അറപ്പും. മറ്റത് ഇഷ്ടവും ഇഷ്ടത്തിൽ നിന്നുണ്ടാകുന്ന ബഹുമാനം. പേടിയിൽ നിന്നുണ്ടാകുന്ന ബഹുമാനവും ഇഷ്ടത്തിൽ നിന്നുണ്ടാകുന്ന ബഹുമാനവും തമ്മിൽ 2 ഇഷ്ടത്തിൽ നിന്ന് ബഹുമാനം ഉണ്ടായാൽ രക്ഷപ്പെട്ടു. പക്ഷേ നമ്മുടെ സ്റ്റാഫുകൾ 4 തരം. പഠിക്കാം. സ്റ്റാഫുകൾ 4 തരം. ഒന്ന്, സ്കിൽഡ് വർക്കേഴ്സ്, ദ ബെസ്റ്റ് എംപ്ലോയീസ്.
ദ ബെസ്റ്റ് എംപ്ലോയി. നമ്മൾ മനസ്സിൽ കാണുമ്പോൾ മാനത്ത് കണ്ടിട്ടുണ്ടാവും. The ചങ്കൂസ് എന്ന് പറഞ്ഞാൽ ചങ്കൂസ്, the best. കടയിലേക്ക് പോയേ, സ്റ്റാഫുകളൊക്കെ നോക്കിയേ, അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടോ നോക്കിയേ. കാണാൻ കിട്ടില്ലെങ്കിൽ ടെൻഷൻ അടിക്കണ്ട, വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റാണത്. അങ്ങനെ എല്ലാ കടയിലൊന്നും ഇത് ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഒറ്റകളെ കിട്ടണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ രണ്ടാമത്തെ ഐറ്റം ഇഷ്ടം പോലെ ഉണ്ടാവും, നിങ്ങളുടെ കടയിൽ ഉണ്ടാവും. ഇതിനെ വിളിക്കുന്ന പേരാണ് ബുൾ വർക്കർ. ബുൾ വർക്കർ എന്ന് വെച്ചാൽ ഇവന്റെ വിചാരം ഇവൻ കാരനാണ് നമ്മുടെ കട നടന്നുകൊണ്ട് പോണത്. എല്ലാ കാര്യത്തിലും കയറി ഇടപെടും. എവിടെ നോക്കിയാൽ ഈ സാധനത്തിനെ കാണാം. ഗോഡൌണിൽ നോക്കിയാൽ അവിടെ നിൽക്കുന്നുണ്ടാവും, ക്യാഷ് നോക്കിയാൽ അവിടെ നിൽക്കുന്നുണ്ടാവും, ടിക്കറ്റ് എടുത്ത് നോക്കിയാൽ അവിടെ നിൽക്കുന്നുണ്ടാവും. ഇവൻ നിൽക്കേണ്ട സ്ഥലത്ത് മാത്രമേ കാണില്ല. ഇത് നാലാമത്തെ ഒരു ഐറ്റം ഉണ്ട്, എന്ത് പറഞ്ഞിട്ടും കാര്യം. ഇതിനെ ഞാൻ വിളിക്കുന്ന പേര് ഡൾ വർക്കർ എന്നാണ്. സ്ഥായിയായ പാവം, വെട്ടി പൊട്ടിയ ഇതെന്താ ഇവിടെ പോകാന്ന് ചോദിക്കാൻ പറ്റൊരു സാധനം. ഇതിൽ ഏത് ടൈപ്പ് ആൾക്കാരാണ് നിങ്ങളുടെ കടയിലുള്ള? എല്ലാ ടൈപ്പും അല്ലേ? 2, 3, 4 So what I'm trying to say is it's very simple. My question is very simple. GST കൊടുക്കണം കസ്റ്റമർക്ക്, GST കൊടുക്കണം കസ്റ്റമർക്ക്. ടാക്സ് ഓഫീസർക്കല്ല. അതെന്ത് നിങ്ങൾ എന്താണെങ്കിൽ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാനോട് ചോദിച്ചോ. കസ്റ്റമർക്ക് GST കൊടുക്കണം. ഗ്രീറ്റ് ദ കസ്റ്റമർ, സ്മൈൽ ടു ദ കസ്റ്റമർ, താങ്ക്സ് ടു ദ കസ്റ്റമർ. GST. ഗ്രീറ്റ് ദ കസ്റ്റമർ, സ്മൈൽ ടു ദ കസ്റ്റമർ, താങ്ക്സ് ടു ദ കസ്റ്റമർ. ഈ 3 കാര്യങ്ങളുടെ ആദ്യത്തെ അക്ഷരം എടുത്താൽ GST. കസ്റ്റമർ ഇസ് ദ കിങ് എന്ന് പറഞ്ഞൊരു നുണ കേട്ടിട്ടുണ്ടോ? അത് കസേര ഒതുക്കിയിരുന്നാണ്. നിങ്ങൾ കണ്ടിട്ടില്ല? ആ ഇപ്പൊ അവിടെ നിന്ന് ആലോചിക്കാൻ, അത് അവർക്ക് ഒരുക്കിയിടാൻ പറ്റുമോ? അവരുടെ കയ്യിൽ നിന്ന് അത് വീഴുമോ? ഞാൻ അവിടെ തൊണ്ട പൊട്ടിച്ച് കോട്ടയം. കസ്റ്റമർ ഇസ് ദ കിങ് എന്ന നുണ കേട്ടിട്ടുണ്ടോ? കസ്റ്റമർ ഇസ് നോട്ട് എ കിങ്. കസ്റ്റമറിന് കിങ് ആണെന്ന് തോന്നിയാ മതി. പ്രശ്നം ഒന്നുകൂടി. കസ്റ്റമർ കിങ് അല്ല, പക്ഷെ കസ്റ്റമറിന് കിങ് ആണെന്ന് തോന്നണം. ചില ആളുകളുടെ മനസ്സിൽ കസ്റ്റമർ കിങ് ആണ്, പക്ഷെ കസ്റ്റമർ അറിഞ്ഞിട്ടില്ല. സ്നേഹം പ്രകടിപ്പിക്കാനാണ് എന്ന് പറഞ്ഞതുപോലെ എന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താ അറിയോ? എന്റെ ഭാര്യയും മക്കളെ രാജകുമാരിമാരെ പോലെ കൊണ്ടുപോകണം. പക്ഷെ അവളുടെ സ്വപ്നം എന്താ അറിയോ? അവൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോ ഞാനത് പരത്തണം. ഞാൻ പറഞ്ഞു എന്ത് അടി, ഒരു ഇന്റർനാഷണൽ കോർപ്പറേറ്റ് ട്രേഡർ ചപ്പാത്തി വരുത്തേ. അപ്പൊ അവള് പറയാ, എന്നാ മനുഷ്യ നിങ്ങളത് ചുട്ടതായി. അപ്പൊ ഞാൻ പറഞ്ഞു ചൂടാണ്, എന്നാ ഞാൻ ചുട്ടേ, ഞങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് ഇത് ചൂട്ടോടെ തിന്നെ, എന്നിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ പറയേ. കളി മനസ്സിലായോ ഞങ്ങൾക്ക്? കച്ചവടം കഴിഞ്ഞു വന്നിട്ട് ഭാര്യയോടും മക്കളോടും വർത്തമാനം പറയാൻ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാ പൈസ ഉണ്ടാക്കുന്നത്? മക്കളുടെ സ്കൂളിൽ PTA യോഗത്തിന് പോകാൻ നേരണ്ട. അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാ വിളി കച്ചവടം ചെയ്യണേ? മക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ടോ? വലിയ ഇന്റർനാഷണൽ കാര്യങ്ങളാണ് ചർച്ച ചെയ്യണേ. അവർക്ക് വേണ്ടത് ഇതൊന്നുമല്ലോ. അവസാനം നമ്മൾ പറയേണ്ടി വരും, എല്ലാം ചെയ്തു കൊടുത്തു ഞാൻ, പക്ഷെ അവർക്ക് വേണ്ടതൊന്നും ചെയ്തു കൊടുത്തില്ല. അപ്പോഴാണ് നമ്മുടെ ഉദ്ഘാടന പ്രസംഗകൻ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ സ്വാഗത പ്രസംഗകൻ പറഞ്ഞ പോലെ പറയേണ്ടി വരും, എപ്പോഴും കൂടുതൽ വിടാമെന്നാണ്. അല്ലെങ്കിൽ ഒരു ശൂന്യാകാശത്ത് പോയാലും തിരിച്ചു വരും. വീട്ടിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അവർക്കത് തോന്നണം. അതിന് നാട്ടിൽ വലിയ ബ്രിഡ്ജും പാർക്കും പബ്ബും ക്ലബും ഒന്നും വേണമെന്നില്ല. വീട് സ്വർഗ്ഗമായാൽ മതി. ഇനി സമയമില്ലാതൊന്നും പറയില്ല. ഇനി സമയമില്ല. ഇത് പറഞ്ഞപ്പോ എനിക്ക് വേറെ കഥ ഓർമ്മ വന്നത്. ഞാൻ ഏതോ ഒരു MBA കോളേജിൽ ചെന്നിട്ട് KFC അപ്പാപ്പന്റെ കഥ പറഞ്ഞു. ഇവിടെ KFC, കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ. ചെങ്ങായി 64-ാമത്തെ വയസ്സിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അയാള് കേണൽ സാൻഡേഴ്സ് എന്നാണ് അയാളുടെ ഓണറിന്റെ പേര്. ആ താടി, വെള്ളത്താടി, കേണൽ സാൻഡേഴ്സ്. അപ്പൊ അയാള് അതിനു മുമ്പ് ചെയ്ത ബിസിനസ്സുകളൊക്കെ പൊളിച്ച് പാളീസായി, ആകെ ക്ഷാമവും ബഹളവും പ്രശ്നമൊക്കെ, കുറെ റെസ്റ്റോറന്റുകൾ കയറി ഇറങ്ങി. അവസാനമാണ് ഇത് കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞ, കെൻറ്റക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടില് ചെറിയൊരു തട്ടുകട പോലെ തുടങ്ങിയത്. പക്ഷെ 92-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോ കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ 22,000 ഔട്ട്ലെറ്റ് ആണ്. 64-ാമത്തെ വയസ്സിൽ തുടങ്ങിയ ബിസിനസ് 92-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോ 22,000 ഔട്ട്ലെറ്റ് ആണ് USA. അപ്പൊ ഞാൻ ഇതിന്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോ മക്കളെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു, അതിനകത്ത് കൊക്കക്കോള കിട്ടൂല, KFC.
പെപ്സി. അപ്പൊ പിള്ളേര് ശാന്ത സാറേ അങ്ങനെ. ഞാൻ പറഞ്ഞു KFC-യുടെ ബീവറേജ് സെഷൻ ലീസ് ചെയ്തിട്ടുള്ളത് പെപ്സിക്കോ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അതുകൊണ്ടാണ് കൊക്കോകോള കിട്ടാത്തത്. കൊക്കോകോള വേറെ കമ്പനിയാണ്. അപ്പൊ ഒരു കമ്പനിയിൽ അത് ലീസ് ചെയ്യാൻ അതിനേക്കാളും വലിയ ബ്രാൻഡ് അല്ലെ പെപ്സിക്കോ എന്ന് പറഞ്ഞ വലിയൊരു ബ്രാൻഡ് അതിന് തയ്യാറായിട്ടുണ്ടെങ്കിൽ ഹൗ ബിഗ് ഈസ് KFC? ഇതാണ് എന്റെ ചോദ്യം. ഇതൊക്കെ പറഞ്ഞ വഴിക്ക് മൂപ്പര് പറഞ്ഞ വഴി ഒരു ചെക്കൻ എണീറ്റെന്ന് പറയാം അപ്പൊ സമയമുണ്ട്. ഞാൻ എന്തേ ചോദിച്ചോളം പറയാം ഇപ്പൊ 21 വയസ്സായിട്ടുള്ളൂ, 64 വയസ്സിക്ക് എന്തോരം കൊല്ലന് പൊള്ളി തന്നെ പൊള്ളി. മൂപ്പര് പറഞ്ഞപ്പോ നിങ്ങളുടെ മോനാണ് അത് അല്ലേ? സമയം കെടുക്കണം. ഇത് കൊച്ചുമോന 64 വയസ്സ് വരെ സമയം ഉണ്ടെന്നാ പറഞ്ഞു. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ഒരു കഥ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. 10ാമത്തെ വയസ്സിൽ കമ്പ്യൂട്ടർ കോഡിംഗ് ഉണ്ടാക്കി കാശുണ്ടാക്കിയ ഒരു ചെക്കൻ. അവന്റെ സ്വപ്നം സ്വന്തമായിട്ടൊരു കമ്പ്യൂട്ടറുമാണ്. അവന്റെ അച്ഛൻ എഞ്ചിനീയർ, അമ്മ മോഡൽ. ഇവന് ഏറ്റവും വലിയ പണി, ഇവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ പുസ്തകങ്ങൾ വായിക്കുക, ഫിലോസഫിക്കൽ പുസ്തകങ്ങൾ, ഫിക്ഷൻ, ഈ ഭൂതകഥകൾ, ഫാന്റസി ആയിട്ടുള്ള സാധനങ്ങൾ വായിക്കലാണ് അവന്റെ ഏറ്റവും വലിയ. ഇവന്റെ ചെറുപ്പത്തില് ഇവന്റെ വീട്ടിലോട്ട് കുറച്ച് ബന്ധുക്കളൊക്കെ വന്നിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയപ്പോ അതിലുള്ള ഏതോ ഒരു കൊച്ച് പേടിച്ച് കരഞ്ഞു. അപ്പൊ ഇവൻ ചോദിച്ചത്രേ എന്തിനാ മോളെ നീ കരഞ്ഞെന്ന് ചോദിച്ചപ്പോ ഭയങ്കര ഇരുട്ടാണ് ഇവിടെ എന്ന് പറഞ്ഞപ്പോ ഇവൻ പറയാണ് ഇവിടെ ഇരുട്ടല്ല, വെളിച്ചത്തിന്റെ അഭാവമാണ്. എങ്ങനെ? നമ്മളാണെങ്കിൽ അപ്പൊ തന്നെ ആശുപത്രി കൊണ്ടുപോകും അല്ലേ? നമ്മുടെ കുട്ടിയാണെന്ന് പറഞ്ഞു വെച്ചെങ്കിൽ. പക്ഷെ അവൻ പറഞ്ഞത് ഇവിടെ ഇരുട്ടില്ല, വെളിച്ചത്തിന്റെ അഭാവമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, വെളിച്ചം വന്നാൽ ഈ ഇരുട്ട് പോവും. അപ്പൊ എല്ലാ ആളുകളും ഇവനെ പറ്റിയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങി. ഇവൻ ഇങ്ങനെ പുസ്തകങ്ങൾ വായിക്കും. എല്ലാവരും ക്രിക്കറ്റ്, മറ്റേ ബേസ്ബോൾ കളിക്കാനും ഫുട്ബോൾ കളിക്കാനും സോക്കർ കളിക്കാനൊക്കെ പോകുമ്പോൾ ഈ ചെക്കൻ ഇത് ഇങ്ങനെ വായിക്കും. അങ്ങനെ വായിച്ച് ഇവൻ ഇങ്ങനെ കമ്പ്യൂട്ടർ കോഡിംഗ് ഉണ്ടാക്കും. പുതിയ ലേറ്റസ്റ്റ് കമ്പ്യൂട്ടർ വാങ്ങും. അപ്പോഴേക്കും അടുത്ത ലേറ്റസ്റ്റ് കമ്പ്യൂട്ടർ വാങ്ങും. അങ്ങനെ വാങ്ങി ഇപ്പൊ ആ ചെക്കന്റെ ആഗ്രഹം എന്താണെന്നറിയോ? 2000-ഓളം സാറ്റലൈറ്റുകൾ വിട്ടിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ശൃംഖല ഉണ്ടാക്കുക എന്നുള്ള സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. സ്പേസ് ടൂറിസം നടത്തണം എന്ന ആഗ്രഹത്തോടു കൂടി നടത്തുന്നു. സ്വന്തമായിട്ട് ഒരു ഇലക്ട്രിക് കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. കാറിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ടെസ്ല. ആളുടെ പേര് ഇലോൺ മസ്ക്. 50 വയസ്സാവുന്നതിന് മുമ്പ് ലോകത്തിൽ $400 ബില്യൺ ഉണ്ടാക്കിയ ഒരേ ഒരു മനുഷ്യൻ.